ഹലോ ഗൈസ്, എനിക്കിന്ന് നെതറിൽ പോകണം. ആകാശം കാണാൻ എന്നെ സെറ്റപ്പല്ലേ, ഷെയ്ഡറുള്ള. പിന്നെ ഞാൻ നമ്മുടെ ചിമ്മിനി പുറകിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പിൽ ഒരു ലാൻഡേൺ തൂക്കിയിട്ടിട്ടുണ്ട് നടുക്കായിട്ട്. പിന്നെ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെതറിൽ പോകണം. കാരണം നമുക്കിപ്പോൾ ഈ വില്ലേജേഴ്സിനെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഇച്ചിരി പാടാം മണ്ടയിലോട്ട് കൊണ്ടുവരാൻ. അന്നേരം നമുക്ക് ഹാപ്പി കാസ്റ്റ് ഉണ്ടെങ്കിൽ എളുപ്പമാകും. പിന്നെ ഞാൻ ഇവിടെ ഈ കുതിരേനെ ഞാൻ എന്ന് പറയുന്നത് മൗണ്ട് ആക്കിയിട്ടുണ്ട്. എനിക്കിതിൻ്റെ സാഡിൽ കിട്ടിയത് നമ്മുടെ താഴത്തെ വില്ലേജിൽ നിന്നാണ്. ഞാൻ വില്ലേജിലോട്ട് ഇച്ചിരി റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്യാൻ പോയായിരുന്നു. അന്നേരം എനിക്ക് ആ സാഡിൽ കിട്ടി. ഏതായാലും നമുക്ക് താഴോട്ട് പോയിട്ട് ആദ്യം തന്നെ നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കണം. ഡയമണ്ട് കിട്ടിയാലേ നമുക്ക് ഡയമണ്ട് പിക്കാക്സും കൊണ്ട് ഒബ്സിഡിയൻ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നാ പറഞ്ഞു വന്നേ മറന്നുപോയി. ഹാപ്പി കാസ്റ്റിനെ കൊണ്ടുവരണം. കാരണം നമുക്കിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് വരാനൊക്കെ ആണെങ്കിൽ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ചാടിയൊക്കെ വന്നാൽ മതി. പക്ഷേ നമുക്ക് വില്ലേജേഴ്സിനെയൊക്കെ മണ്ടയിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് റെയിലൊക്കെ വെക്കണമെങ്കിൽ ഭയങ്കര പാടാം. അന്നേരം നമുക്ക് ഹാപ്പി കാസ്റ്റ് ഉണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ എളുപ്പമാകും. ഏതായാലും ഇവിടെ ഒരു നടുക്കുന്നതിന് നമുക്ക് തുടങ്ങിയേക്കാം. ഒരു സിമിട്രി വേണമല്ലോ എല്ലാത്തിനും. കൊള്ളാല്ലേ? ഓക്കെ, ഇതാണ് തോന്നുന്നത് നടുക്ക്. ഇവിടെ നിന്ന് തുടങ്ങിയേക്കാം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഇതൊരു ബിൽഡും ആക്കാം. ഞാൻ കുഴിച്ച് അങ്ങനെ ബെഡ് റോക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ ഒറ്റ ഡയമണ്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഏത് സൈഡിൽ നോക്കിയാലും ഇഷ്ടം പോലെ ലാവയുണ്ട്. ഞാൻ കോബിൾ സ്റ്റോണൊക്കെ വെച്ചേക്കുന്ന ലാവയായത് കാരണം ഇച്ചിരി ബ്ലോക്കൊക്കെ ഏതായാലും കൈ എടുത്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ലാവയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബായ് പോലത്തെ സാധനം കണ്ടോ, ഇത് എനിക്ക് മറ്റേ ഇവിടെ നിന്ന് കിട്ടിയതാണ്, വില്ലേജിൽ നിന്ന്. നമുക്ക് കുഴിച്ച് മുന്നോട്ട് തന്നെ പോകാം. ഈ ലാവിനെ എങ്ങനെയെങ്കിലും പറ്റണമല്ലോ. കണ്ടോ, എവിടെ നോക്കിയാലും ലാവയാണ്. ചാകൂ, ഇങ്ങോട്ട് വല്ലതും വരുമോ? അത് ഒത്തിരി ദൂരം വരത്തില്ലല്ലേ അത്. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമുക്കത് മൂടാൻ നോക്കാം. ഇവിടെ ബ്ലോക്ക് വെക്കാൻ പറ്റുമോ? ഇത് വെക്കാല്ലേ? ബ്ലോക്ക് തീർന്ന്. കോബിൾ സ്റ്റോൺ വെക്കാൻ ഒരു ബ്ലോക്കും കൂടെ വെച്ചാൽ മൂടി തീർന്നില്ലേ? ഇനി ഇത് കൊള്ളാം. നമുക്കിന്ന് ആവശ്യമുണ്ടത്. അതെ, പിന്നെ ലാവ. പൊന്നടവേ, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. ഇതെൻ്റെ പിന്നെ ലാവ. ഇതെവിടെ നോക്കിയാൽ ലാവയാ. ലാവ. ഇത് 4 സൈഡിൽ നിന്നും ലാവയാ. ഇപ്പം കണ്ടോണേ നിങ്ങൾ, കണ്ടോ? അത് ഞെക്കിപ്പിടിച്ച് വെച്ചേക്കുവാന്ന് തോന്നുന്നു എന്നെ അടിക്കാൻ വേണ്ടി തന്നെ. ഇപ്പം അടിക്കൂ. ഇപ്പം അത് എങ്ങോട്ടോ പോയി. അതാ ഞാൻ ഇച്ചിരി മണ്ടയിലോട്ടൊക്കെ കുഴിച്ച് വന്നു. കാരണം വല്ലതും കേവിൽ നിന്ന് എല്ലാം ഡയമണ്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ച്. പക്ഷേ അയൺ കിട്ടി ഇഷ്ടം പോലെ. പിന്നെ എനിക്ക് വേറെ 4 ഡയമണ്ടും കിട്ടിയായിരുന്നു കേട്ടോ താഴെ നിന്ന്. ഞാൻ പിന്നെ അങ്ങ് കുഴിച്ച് പിന്നെ ഒട്ടും കിട്ടാത്തതാണ് ഞാൻ കേവിൽ പോകുന്നത്. എല്ലാം കേവ് തപ്പി. പക്ഷേ എന്നിട്ട് കേവും കിട്ടിയില്ല. കേവിനകത്ത് മൊത്തം സ്കെലിട്ടൺ. പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കിയേക്കായിരുന്നല്ലേ? എന്നെങ്കിൽ എളുപ്പമായിന്. ഇപ്പോൾ ഉണ്ടാക്കണം. ഏതായാലും ഉണ്ടാക്കിയേക്കാം. പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. തൽക്കാലം നമുക്കിത് മതി. ഡയമണ്ട് വേണ്ട ഒരെണ്ണം, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. ഞാൻ ഇവിടെ എല്ലാം കുഴിച്ച് നോക്കി കേട്ടോ, ഒന്നുമില്ല വലിയ. വേണ്ട ഒരെണ്ണം. ഇനി ഒരെണ്ണം കൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ ഉണ്ട്, അതും കൂടെ നമുക്ക് എടുത്തേക്കാം. വേണ്ട, ഇതും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഡയമണ്ട് എല്ലാം തീർന്നിട്ടുണ്ട്. നമുക്കങ്ങനെ 4 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ റെഡ് സ്റ്റോണും ഉണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാവേ. പക്ഷേ ഞാൻ ഇങ്ങനെ കുഴി ചാടാതെ നേരെ പോകുന്നു. നമുക്ക് ഈ ഭാഗത്തെങ്ങാണ്ടല്ലേ ലാഭ ഉണ്ട് ഇവിടെ. അതെ ചാകൂ. ആ ഭാഗത്ത് വല്ലതും കുഴിച്ചിട്ട് നമുക്ക് ലാവയും എടുക്കാം. ഇവിടെ നിന്ന് കയറിപ്പോകാൻ മണ്ടയിലോട്ട്. ലാവയൊന്നും കാണല്ലേ? ഇപ്പം ലാവ വന്ന നേരെ എൻ്റെ മൂണ്ടയിലോട്ടേ വിടത്തുള്ളൂ. മിക്കവാറും ഞാൻ ലാവ വീണ് തന്നെ ചാകും. ഇനി ഇങ്ങോട്ട് പോവാം നമുക്ക്. ലാവയൊന്നും കാണുന്നില്ലല്ലോ. എൻ്റെ പിന്നെ വാട്ടർ ബക്കറ്റ് ഉള്ളതാണ് കുഴപ്പമില്ല. എൻ്റെ എപ്പോഴും വാട്ടർ ബക്കറ്റ് ഉണ്ട്. അതാണ് നമുക്കിപ്പം ഒബ്സിഡിയൻ ഉണ്ടാക്കാൻ പറ്റും. പിക്കാക്സ് കിട്ടി. പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കണമല്ലോ. എന്തിനാലേ? അയൺ പിക്കാക്സും കൊണ്ട് തന്നെ മൈൻഡ് ചെയ്യാം. നമ്മുടെ ഡയമണ്ട് ഉണ്ടല്ലോ ഇപ്പം. അതെൻ്റെ ലാവ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇച്ചിരി നമുക്കൊന്ന് കുഴിച്ച് നോക്കാം. വരൂ. ഇങ്ങോട്ടൊക്കെ കുഴിച്ചിട്ട് ലാവയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മൊത്തം അങ്ങ് മൈൻ ചെയ്തിട്ട് പോയേക്കാം.
ഇനി ഒരെണ്ണം കൂടെ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ 9 ആയിട്ടുണ്ട്. അതും കൂടെ മെയിൻ ചെയ്യാം. എൻ്റെ കയ്യിൽ അങ്ങനെ 10 ഒബ്സിഡിയൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയിലോട്ട് പോയിട്ട് നമ്മുടെ പോർട്ടൽ ഉണ്ടാക്കാം. എൻ്റെ കിട്ടിയ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചേക്കാം. കാരണം നമുക്ക് തൽക്കാലത്തേന് ഇച്ചിരി വല്ലതും ബ്ലോക്കൊക്കെ കൈ വെച്ചിട്ട് ബാക്കി വേണ്ടാത്തതെല്ലാം ഇതിൻ്റെ അകത്തോട്ട് തന്നെ കയറ്റി വെച്ചേക്കാം. ലാപ്പീസൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി തിന്നാനുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇച്ചിരി ബ്ലോക്കും കൂടി എടുക്കാം. ഒബ്സിഡിയൻ കയ്യിലോട്ട് എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തും എല്ലാം പോർട്ടൽ പണിയാം. ഇവിടെ കൊള്ളാമല്ലേ, ഇവിടെ കറക്റ്റ് സ്ഥലം. ഇനി മണ്ടയിലോട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് പണിയാം. മണ്ടയിലോട്ട് പോയി മണ്ടയിലോട്ട് എത്ര ബ്ലോക്കായിരുന്നു എൻ്റെ? അപ്പുറത്തും കൂടെ പണിത് വരുമ്പോൾ മനസ്സിലാക്കാം നമുക്ക്. ഒന്നും കൂടെ വേണമല്ലേ? വൻ കണക്കൂട്ടലിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഇപ്പം കറക്റ്റായി. ഇവിടെ ബ്ലോക്ക്, ഇനി ഒബ്സിഡിയൻ. ഇനി നമുക്ക് കത്തിക്കാൻ. ഫ്ലിൻറ്റ് സ്റ്റീൽ ഉണ്ടാക്കിയില്ല. ഈ ലഡ്ഡു പോലെ ഇരിക്കുന്ന സൂര്യനല്ലേ? ചന്ദ്രൻ എന്ത്? ചന്ദ്രൻ എന്നെ കാണാൻ രസമല്ലേ? ഈ ഷെയ്ഡർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഫ്ലിൻറ്റ് സ്റ്റീൽ ഉണ്ടാക്കാം. നമ്മൾ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് മെയിൻ കാര്യം ചാച്ചണം. നമ്മുടെ ഇഷ്ടം പോലെ ഫ്ലിൻറ്റ്, ഇഷ്ടം പോലെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തേക്കാന്ന്. ഇനി നമുക്ക് ഫ്ലിൻറ്റ് സ്റ്റീൽ ഉണ്ടാക്കാം. ഫ്ലിൻറ്റ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീഡിയോക്കകത്ത് ഞാൻ എത്ര തവണയല്ലേ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ലേ? കത്തിച്ചേക്കാം. ഇനിയാണ് നമ്മളെ ശരിക്കുള്ള അഡ്വഞ്ചർ തുടങ്ങാൻ പോകുന്നത്. ഇനി കാണാൻ പോകുന്നത് അങ്ങോട്ടെല്ലാം യുദ്ധമായിരിക്കും. എനിക്കത് ഞാൻ ചാകും ഉറപ്പായിട്ടും. ചാകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തെ ഞാൻ ഗോൾഡിൻ്റെ ഒരു സാധനം ഇട്ടിട്ടില്ലല്ലേ, എന്നാൽ ഉറപ്പായിട്ടും ചാകും. താഴെ ഇച്ചിരി ഗോൾഡ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് എടുത്ത് വല്ലതും ബൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും. അല്ലെങ്കിൽ പിഗ്ലിനുണ്ടേ, പറയാൻ പറ്റത്തില്ലേ. ഇവിടെ ഒരു ഗോൾഡ് ഉണ്ട്, അടിയിലോട്ട് കാണും. ബെസ്റ്റില്ല. താഴെയുണ്ട്, താഴെ പോയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് ഗോൾഡ് എടുത്തേക്കാം നമുക്ക്. അങ്ങനെ എല്ലാം സ്മെൽറ്റ് ചെയ്ത് 4 ആയിട്ടുണ്ട്. 4 വരെ നമുക്ക് ബൂട്ടുണ്ടാക്കിയേക്കാം. ഇനി നമുക്ക് മണ്ടയിലോട്ട് പോകാം. നമ്മുടെ ബൂട്ട് അങ്ങിട്ട് കയറിയേക്കാം. അതിന് മുമ്പ് ഇങ്ങനെ ആയിട്ട് ഞാൻ ഇരിക്കുന്നത്. ഇതെന്നെ ഇങ്ങനെ ഇരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്നില്ല, അതാ ഞാൻ ഇപ്പം കാണിച്ചേ. ഏതായാലും കയറിയേക്കല്ലേ, കയറിക്കാം. ആയിട്ടുണ്ട്. നല്ല സ്ഥലമായിരിക്കണേ. ചാകാൻ പറ്റിയതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിലൊന്നാണ് ഇത്. ഈ ബയോമിൻ്റെ പേരെന്നാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഈ നീല സ്ഥലം കുഴപ്പമില്ല, പക്ഷെ നമുക്ക് മെയിനായിട്ടും വേണ്ട മറ്റേ സോയിൽ ബയോമായിരുന്നു. കാരണം അവിടെ ഈ ഗാസ്റ്റിൻ്റെ മറ്റേ സാധനം സ്പോണാകുന്നത്, അതാണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. എവിടെ നോക്കിയാലും തീയൊക്കെ ആണല്ലോ. ഗോൾഡ് ഉണ്ട് പണ്ടേ, അതിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം അത് ഇങ്കട്ടല്ലേ. നമുക്ക് ഇവിടെ നിന്നൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. അവിടെയൊക്കെ ചിലപ്പം സോയിൽ ബയോമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ട സാധനം നമുക്ക് തപ്പണം. നമുക്ക് എപ്പോൾ ഹാപ്പി കാസ്റ്റിൻ്റെ സാധനം കിട്ടുന്നോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം വിടും. ഇതെടുത്ത് പോയേക്കാം. ഡേർട്ടാണെങ്കിൽ പൊളിക്കാൻ വെച്ചാൽ എളുപ്പമുണ്ടല്ലോ. നമുക്ക് ബെഡ് വാർസ് ഒക്കെ കളിക്കാമല്ലേ. ഈ ബ്രിഡ്ജ് വെക്കുന്ന കാര്യം കണ്ടപ്പോഴാണ് ഞാൻ കാര്യം നോക്കുന്നത്. എൻ്റെ പൊന്നി, അടി വല്ല ലാവയെന്നെങ്കിൽ ഞാൻ എന്നാ ചെയ്തേനെ. ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലേ, അല്ലെങ്കിൽ ഫുഡ് എടുത്ത് കൈ വെച്ചേക്കാം. ലാവയാണെങ്കിൽ ഞാൻ ഇപ്പം തീർന്നേനെ. മണ്ടയിലോട്ട് ഇനി കയറണമല്ലോ. മണ്ടേ വല്ലതും ഉണ്ടാകുമോ? അച്ചീവ്മെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ തന്നെ അത്. നമുക്ക് ഏതായാലും ഇതിലെ കുഴിച്ച് മണ്ടയിലോട്ടൊന്ന് പോവാം. എന്നോട് ഒരു വെട്ടം. എടാ കൊള്ളാലേ. ഞാൻ ഹാർഡ് കോറിൻ്റെ 3 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. ആ 3 എപ്പിസോഡിൽ ഞാൻ ചത്തിട്ടുണ്ട്. ഹാർഡ് കോർ സീരീസ് എനിക്ക് പറ്റിയതല്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.